കഴക്കൂട്ടത്തെ വാടക വീട്ടിലേക്ക് തസ്മിത് തംസ് എത്രയും പെട്ടെന്ന് തിരികെ എത്തുമെന്ന് കാത്തിരിക്കുകയാണ് അസം സ്വദേശികളായ അമ്മ ഫർവിൻ ബീഗവും അച്ഛൻ അൻവർ ഹുസൈനും കുഞ്ഞ് അനുജത്തിമാരും. ഓരോ CCTV ദൃശ്യങ്ങളും ചിത്രങ്ങളും പോലീസിന് കിട്ടുമ്പോൾ കുടുംബത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. പോലീസിൽ വിശ്വാസമുണ്ടെന്നും കുട്ടിയെ തിരികെ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും മാതാപിതാക്കൾ പറയുന്നു. ഒൻപതും 6 വയസ്സുള്ള അനുജത്തിമാരുമായി വഴക്കിട്ടതിനാണ് 13 വയസ്സുകാരിയായ തസ്മിത്തിനെ അമ്മ ഫർവിൻ ബീഗം ശകാരിച്ചത്. കുസൃതി കാട്ടുമ്പോഴൊക്കെ ശകാരിക്കുമായിരുന്നുവെന്ന് ഫർവിൻ പറയുന്നു. പക്ഷേ ഇന്നലെ 6 വയസ്സുകാരിയായ കുഞ്ഞുമായി ജോലിക്ക് പോയി വന്ന ഫർവിനും അൻവറും തസ്മിത്തിനെ വീട്ടിൽ കണ്ടില്ല. ആ നിമിഷം മുതൽ മകൾ എവിടെയെന്നോർത്ത് ഉള്ളുലഞ്ഞിരിക്കുകയായിരുന്നു മാതാപിതാക്കൾ. पुलिस को बोला क्या आएगा അൻവർ ഹുസൈൻ 1 വർഷമായി കേരളത്തിലുണ്ട്. 1 മാസം മുമ്പാണ് കഴക്കൂട്ടത്ത് വാടക വീടെടുത്ത് അൻവർ കുടുംബവുമായി താമസം തുടങ്ങിയത്. 2 മക്കളെ തൊട്ടടുത്തുള്ള സ്കൂളിലും ചേർത്തു. എങ്ങോട്ടെന്നില്ലാതെ തസ്മിത് ഓടിപ്പോയത് കുടുംബത്തെ തളർത്തി. കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കുട്ടി കയറിയെന്ന വാർത്തയും ചിത്രവും ചെറിയ ആശ്വാസമായിട്ടുണ്ട്. ऐसा भरोसा है, सबको भरोसा है. आपका पास मेरा भरोसा है, पुलिस का पास मेरा भरोसा है. പോലീസിലും മാധ്യമങ്ങളിലും വിശ്വാസമുണ്ടെന്ന് അൻവറും ഫർവിനും പറയുന്നു. മകളെ കണ്ടെത്തി കേരളത്തിൽ നിന്ന് പോയ പോലീസ് സംഘം തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം.